പ്രിയപ്പെട്ട അംഗങ്ങളെ, പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ ഇന്ന് അത്തദിന ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2-3 വർഷമായി ഈ സൗഹൃദ കൂട്ടായ്മ ഇവിടെ നടക്കുന്നവരും അങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ വന്ന് ഇതുപോലെ ഓണത്തിന് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയൊരു പരിപാടിയാണെങ്കിലും അത് നിങ്ങളുടെ കൂട്ടായ്മ, വലിയ കൂട്ടായ്മയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി സാഹോദര്യത്തോടുകൂടി സ്നേഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ആ ഓണത്തെ വരവേൽക്കുകയാണ്. കള്ളക്കർക്കിടകം നമുക്കറിയാം, മഴക്കാലം, അതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് പറയുന്ന വറുതിയുടെ കാലമാണ്. ആ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം 1 വരുമ്പോൾ തന്നെ നമുക്കറിയാം, ചിങ്ങപ്പുലരി എന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്നത് തന്നെ ചിങ്ങം വരുമ്പോഴത്തേക്കും നമുക്ക് ആ സന്തോഷത്തിൻ്റെ, സമൃദ്ധിയുടെ എല്ലാ സന്തോഷങ്ങളും പകർന്നുകൊണ്ട് ചിങ്ങം 1 പുലരുന്നത് തന്നെ. നമുക്കറിയാം, മലയാള മാസത്തിലെ ചിങ്ങം 1 ഒരു പുതുവത്സരം ആയിട്ട് തന്നെ നമ്മളതിനെല്ലാം കാണുന്നു, ആഘോഷിക്കുന്നു. ഇന്നത് നമുക്ക് കാർഷിക മേഖലയിൽ കൂടി കർഷക ദിനമായി ആ ചിങ്ങം 1 ആചരിച്ചു വരികയാണ്. നമുക്കറിയാം, മഹാബലി ചക്രവർത്തി നമ്മുടെ നാട് വാണിരുന്ന കാലത്ത് എല്ലാ സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്കറിയാവുന്ന കാരണം അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം ഭരിച്ചിരുന്ന കാലം, അദ്ദേഹത്തിൻ്റെ ഭരണകാലം, കാരണം ദേവന്മാർക്ക് പോലും അസൂയ ഉളവാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. കാരണം കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഭരണകാലമായിരുന്നു അദ്ദേഹം നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. അതിൽ കാരണം സ്വർഗലോകത്ത് ദേവന്മാർക്ക് പോലും അസൂയ ഉളവാക്കിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, കാരണം അദ്ദേഹത്തിന്, മഹാബലി ചക്രവർത്തിക്ക് പോലും തോന്നി എന്തായാലും സ്വർഗലോകവും കൂടെ പിടിച്ചടക്കണമെന്ന്, ത്രിലോക ചക്രവർത്തി ആകണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അതിലൂടെ വന്നപ്പോൾ ദേവന്മാരെല്ലാം നെട്ടോട്ടമോടുക തുടങ്ങി. അതിലൂടെ ദേവമാതാവായ അതിഥിയോട് അഭ്യർത്ഥിച്ചു. അതിൽ ദുഃഖം പൂണ്ട ദേവമാതാവ് അതിഥി മഹാവിഷ്ണുവിനെ തപസ് ചെയ്ത് അതിലൂടെ തന്നെയാണ് മഹാബലി ചക്രവർത്തി ഒരു യാഗം ചെയ്യേണ്ടത്. അതിലൂടെ കാരണം വന്ന ഒരാളായിരുന്നു വാമനൻ. കാരണം അത് മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയായിരുന്നു. പക്ഷേ വാമനൻ ചെറിയ കുട്ടിയായി വന്ന മഹാബലി ചക്രവർത്തിയോട് 3 അടി മണ്ണ് ചോദിച്ചു. പക്ഷേ മഹാബലി ചക്രവർത്തിക്ക് അറിയാമായിരുന്നു, മഹാബലിക്ക് അറിയാമെന്നത് ദേവൻ തന്നെയാണ്, അതായത് മഹാവിഷ്ണു തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എങ്കിൽ കൂടി അളന്നെടുത്തോളാം പറഞ്ഞു. നമുക്കറിയാം, വളർന്ന് വലുതായി 2 അടി വെച്ചപ്പോൾ തന്നെ സ്വർഗവും പാതാളവും ഭൂമിയും എല്ലാം 2 അടിയിൽ തീർന്നു. പിന്നെ 3ാമത്തെ അടി വയ്ക്കാനായിട്ട് കാരണം സ്ഥലമില്ല. അപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. പക്ഷേ അതിലൂടെ അതിന് വരം കൂടെ ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മഹാവിഷ്ണു അദ്ദേഹത്തിന് ഒരു അനുഗ്രഹവും കൊടുത്തിരുന്നു. കാരണം വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനായിട്ട് വരാൻ, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് ഇല്ലാതാകുന്ന കാലത്തോളം വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാനായിട്ട് വരാനായിട്ട് ഒരു അനുഗ്രഹവും കൂടെ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഓർമ്മകൾക്കും എല്ലാം വേണ്ടിയാണ് നമ്മൾ ചിങ്ങമാസത്തിലെ തിരുവോണം നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നു. മഹാബലി നമ്മുടെ എല്ലാം വീടുകളിൽ വന്ന് നമ്മളുടെ സന്തോഷം കണ്ട് മടങ്ങിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ ആചാരങ്ങൾ ഒട്ടും തന്നെ നമ്മൾ തെറ്റിക്കാതെ ഇന്നും ആ ഓണം എന്ന് പറയുമ്പോൾ എന്തെല്ലാം ദുഃഖങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം സന്തോഷത്തോടു കൂടി ആ ഓണത്തെ വരവേൽക്കുന്നു. അതിൻ്റെ പ്രതീകമായി ഇന്നിവിടെ അത്തച്ചമയം, നമുക്കറിയാം, തൃപ്പൂണിത്തറ അത്തച്ചമയം ഏറ്റവും വിശേഷപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ അത്ത നാളിൽ തന്നെ ഇവിടെ വലിയ ആ കൂട്ടായ്മ ഏറ്റവും വലിയൊരു ആഘോഷമായി ഓണാശംസകൾ ആയിട്ട് തന്നെ ഇവിടെ എല്ലാവരും അതിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ദിനം ഇവിടെ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഊഷ്മളമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.